1000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് നോക്കുവാണ്. പക്ഷേ നിങ്ങൾക്കുള്ളൊരു കണ്ടീഷൻ, ആ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന എല്ലാ നെക്ക് ബാൻഡുകളും ചൈനീസ് ആണ്. അതുകൊണ്ട് എനിക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ നെക്ക് ബാൻഡാണ് വേണ്ടതെങ്കിൽ അത്തരത്തിൽ ഒരു ഇയർഫോൺ, ഒരു ബ്ലൂടൂത്ത് ഇയർഫോണാണ്, ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡാണ് ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. മിവി എന്ന കമ്പനിയുടെ കോളർ ക്ലാസിക്കിന് ശേഷം അവർ ഇറക്കിയിരിക്കുന്ന പ്രൊഡക്റ്റാണ് മിവിയുടെ കോളർ ഫ്ലാഷ്. അപ്പോൾ മിവി കോളർ ഫ്ലാഷിൻ്റെ ഈ ഒരു റിവ്യൂ ഞാൻ ഇത്രയും സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതിൻ്റെ MRP വരുന്നത് 2999 റുപ്പീസാണ്. പക്ഷേ നമുക്ക് 999 റുപ്പീസിന് ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ബോക്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബോക്സിൽ ഒരു നിയോൺ ഗ്രീൻ ടിൻറ്റഡ് ഫിനിഷിലാണ് വരുന്നത്. മുകളിലായിട്ട് കോളർ ഫ്ലാഷ് എന്നും ഡീപ്പ് ആൻഡ് പവർഫുൾ ബാസ്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്നും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും എഴുതിയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ HD സ്റ്റീരിയോ സൗണ്ട്, ലോസ്ലെസ് ഓഡിയോ, സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് പ്രൂഫാണ്, ലൈറ്റ് ആൻഡ് കംഫർട്ടബിൾ, പിന്നെ ഫുൾ ചാർജിങ് 35 to 40 മിനിറ്റ്സ് എന്നാണ് ഇരിക്കുന്നത്. പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ചാർജർ എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജർ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു ചാർജിങ് സ്പീഡ് വരുന്നത്. പിന്നെ സൂപ്പർ ആൻഡ് സോളിഡ് ബാസ് ഉണ്ട്, മാഗ്നറ്റിക് ലോക്കിംഗ്, പിന്നെ മെംസ് മൈക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ കോൾസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കോൾ ക്വാളിറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെയാണ്. പിന്നെ 1 ഇയറിൻ്റെ നമുക്ക് വാറൻറ്റിയും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ക്വിക്കായിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്ലാഷി ആയിട്ടുള്ള നിയോൺ ഗ്രീൻ കളറിൽ നമ്മുടെ ഈ ഒരു ഇയർഫോൺ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറേ പേപ്പർ വർക്ക്സ് തരുന്നുണ്ട്. നമുക്ക് വാറൻറ്റി കാർഡ്, പിന്നെ വെൽക്കം ടു മിവി ക്ലബ്ബ്, യൂസർ മാനുവൽ എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് 2 ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒരെണ്ണത്തിൽ നമുക്ക് മൈക്രോ USB കേബിളാണ് വന്നിരിക്കുന്നത്. മറ്റേതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള സിലിക്കൺ ഇയർ ടിപ്സും തന്നിട്ടുണ്ട്. ഇനി പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കൽ ഓറിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തൊരു ഗ്രേ കളറാണ്. പക്ഷേ ഇത് ആക്ച്വലി ഗ്രേ അല്ല, ഒരു വൈറ്റ് കളറാണ്. ഈ ഒരു കാര്യം, ഇതിൻ്റെ ഇയർ ടിപ്സ് മാത്രമേ ഉള്ളൂ പ്രോപ്പറായിട്ടുള്ള ഗ്രേ. എന്തായാലും ഇതിൻ്റെ ഈ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് റബ്ബർ ഫിനിഷാണ്. അതായത് കുറച്ച് എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷ് പോലെ തോന്നുമെങ്കിലും ടോട്ടലി മാറ്റ് അല്ല, ചെറിയ രീതിയിൽ ഗ്ലോസിയും കൂടെയാണ്. പക്ഷേ ഒരു റബ്ബർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ കൺട്രോൾസ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വേറെ ഒന്നും കാണുന്നില്ല, ജസ്റ്റ് മിവി ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബാറ്ററി പാക്ക് വരുന്നത്. ഇനി റൈറ്റ് സൈഡിലുള്ള കൺട്രോൾസ് നോക്കാം. അപ്പോൾ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുമായിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ പവർ ബട്ടൺ ഉണ്ട്, ഒരു LED ഇൻഡിക്കേറ്ററും അതുപോലെ മൈക്രോഫോണിൻ്റെ ഹോളും ഉണ്ട്. ഇനി റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു കവറിങ്ങിൻ്റെ അകത്ത് മൈക്രോ USB പോർട്ട് ഉണ്ട്. ഇതിൻ്റെ കവറിങ് എനിക്ക് കുറച്ച് ചീപ്പായിട്ട് തോന്നുന്നുണ്ട്. കാരണം ചെറിയ രീതിയിൽ ഒന്ന് ആ ഒരു റബ്ബറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. റബ്ബർ വിട്ടല്ല, ഒരു ഫിനിഷ്, ലൈനിങ്ങിൻ്റെ ഫിനിഷ് ചെറിയ രീതിയിൽ എനിക്കൊരു ചീപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ താഴേക്കാണ് നമ്മുടെ ഇയർഫോൺസ് വരുന്നത്. അപ്പോൾ ഇയർഫോൺസിലേക്ക് കണക്ട് ചെയ്യുന്ന വയർ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബ്രെയ്ഡഡ് എന്നല്ല, ഒരു ചെറിയ ലൈൻ പോലത്തെ ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഒരു വയറാണ്. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് സിൽവർ കളറിൽ സിലിണ്ടറിക്കൽ ഡ്രമ്മിലാണ് നമ്മുടെ ഇയർഫോൺസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മിവി എന്നുള്ള ബ്രാൻഡിങ്ങും, ഇത് മെറ്റാലിക് ആയിട്ടുള്ള ചേമ്പറാണ്. ചേമ്പറിൻ്റെ അകത്ത് നമുക്ക് എയർ പ്രഷർ റെഗുലേറ്റിംഗ് വെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ നമ്മുടെ ചെവിയിൽ വെക്കുന്ന ആ ഒരു ഇയർ ടിപ്പ് ഒരു ബെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഇയർ ടിപ്പാണ്. സോ സെക്യൂർ ആയിട്ടുള്ള ഫിറ്റും കംഫർട്ടിനും വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് മീഡിയമും ലാർജും കിട്ടുന്നുണ്ട്. ഇനി ഈ 2 ഇയർ ടിപ്സും മാഗ്നറ്റിക്കും കൂടെയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇത് കഴുത്തിലിടുമ്പോൾ ഏകദേശം ഇത് ഇങ്ങനെ ഇരിക്കും. ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത്, എൻ്റെ വയറിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. ഈ ഒരു വയറിൻ്റെ നീട്ടം കുറച്ച് കൂടുതലാണ്. മീൻസ് വല്ലാതെ അങ്ങ് കൂടുതലല്ല, എന്നാലും അത്യാവശ്യം റെഗുലറായിട്ട് നോർമലി നമ്മൾ കാണുന്ന മറ്റ് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ലെങ്തി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിക്ക് ഞാനൊരു 3 out of 5 തന്നെ കൊടുക്കും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ശരിക്കും ബേസ് ബൂസ്റ്റഡ് ആണ്. അതായത് ഈ സിലിണ്ടറിക്കൽ ചേമ്പർ വളരെ വലുതായതുകൊണ്ട് തന്നെ നല്ല പഞ്ചി ആയിട്ടുള്ള ബേസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വരുന്ന ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് മിഡ്സിലാണ്. മിഡ്സും വോക്കൽസും, അതായത് നമ്മളിപ്പോൾ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ കേൾക്കുവാണെങ്കിൽ ബേസ് വരുമ്പോൾ ബേസാണ് കുറച്ച് ബൂസ്റ്റഡ് ആയിട്ട് കേൾക്കുന്നത്. വോക്കൽസിൻ്റെ ക്ലാരിറ്റി അവിടെ ചെറുതായിട്ടൊന്ന് കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബേസ് ഹെഡാണ്, ബേസ് ഹെവി സോങ്സ് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ഇഷ്ടപ്പെടും. അല്ല നിങ്ങൾ കൂടുതൽ വോക്കൽസ്, സ്പീച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ അതിലെല്ലാം ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ബേസ് ആഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ ഇത് ബ്ലൂടൂത്ത് 5.0 വെർഷനാണ്. അതുമാത്രമല്ല ഡ്യുവൽ ഡിവൈസ് പെയറിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഫോണിലും അതേപോലെ മറ്റൊരു ഫോണിലും അല്ലെങ്കിൽ ഫോണിലും ലാപ്ടോപ്പിലും സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്ത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചർ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിനകത്തുള്ള ബട്ടൺസ് എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പ്ലസും മൈനസും ഇട്ടിരിക്കുന്നത് വോളിയം കൂട്ടാനും കുറയ്ക്കാനുമാണ്. നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ട്രാക്കും അതേപോലെ നെക്സ്റ്റ്
ട്രാക്കും പോകാൻ പറ്റും. ഇനി പവർ ബട്ടൺ നമ്മൾ ഹോൾഡ് ഏകദേശം 1 സെക്കൻഡിലേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വേക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനായിട്ട്, റിജക്റ്റ് ചെയ്യാനായിട്ട്, മ്യൂട്ട് ചെയ്യാനായിട്ടെല്ലാം ഈ സെയിം ബട്ടൺസ് നമ്മൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ റെക്കോർഡർ ഓണാണ്. ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കോൾ വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഇനി കേൾക്കുന്ന ശബ്ദം മുഴുവനും കോളർ ഫ്ലാഷിൻ്റെ ഉള്ളിൽ നിന്നുമാണ്. അപ്പോൾ നിങ്ങൾ നോർമലി ഒരു കോൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഞാൻ സൗണ്ട് ക്വാളിറ്റി നല്ലതാണെന്നോ മോശമാണെന്നോ ഒന്നും പറയുന്നില്ല. ഇത് കേട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഒരു വീടിനകത്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയിലായിരിക്കും വരുന്നത്. ഇനി നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഫാൻ ഓൺ ആക്കാം. ഇപ്പോൾ ഞാൻ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം ക്ലിയർ ആണ്, അവർ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആണോ അല്ല ഫാനിൻ്റെ കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടോ, അപ്പോൾ അത്യാവശ്യം നോയ്സി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇനി നോർമൽ കംഫർട്ടിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ കംഫർട്ടിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. കുറച്ച് ആംഗിളിൻ്റെ ടിപ്സ് ആയതുകൊണ്ട് തന്നെ ചെവിയിൽ നിന്ന് ഇങ്ങനെ ഊരി പോകുന്നൊന്നുമില്ല. ഇനി ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യുവാണ്, ജോഗിങ്ങിന് പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരില്ല. എന്തായാലും കംഫർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ മീൻ ഇത് വലിയ രീതിയിൽ പ്രൊട്രൂഡിംഗ് ആയിട്ട് തോന്നുന്നുമില്ല, എന്നാൽ പെട്ടെന്ന് ലൈക്ക് ഭയങ്കര വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയർഫോൺസ് ആണ്. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഞാനൊരു 4/5 റേറ്റിംഗ് തന്നെ കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം സംസാരിക്കാം. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഇതിൽ എക്സലൻ്റ് ആണ്. ഏകദേശം ഒരു 7-8 മണിക്കൂർ വരെ യാതൊരു പ്രശ്നവുമില്ലാതെ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾ അതിൽ അവർ പറയുന്നത് 5 വോൾട്ട് 500 മില്ലി ആംപിയറിൻ്റെ ചാർജറാണ് ഉപയോഗിക്കാൻ പറഞ്ഞത്. അത് വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂർ അടുത്ത് എടുക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചാർജ് ആവാനായിട്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ 5 വോൾട്ടിൻ്റെ 2 ആംപിയർ ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവർ പറഞ്ഞ ആ ഒരു 35 to 40 മിനിറ്റ്സിൽ ചാർജ് ആവുന്നുണ്ട്. 45 മിനിറ്റ്സോളം എടുക്കുന്നുണ്ട് ചാർജ് ആവാനായിട്ട്. പക്ഷേ ചാർജ് ആയി കഴിഞ്ഞാലും ബാറ്ററി ബാക്കപ്പ് വളരെ നല്ലതാണ്. ഏകദേശം 7-8-9 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബാറ്ററി ലോ എന്ന് പറഞ്ഞാൽ വാണിങ്ങേ വരുള്ളൂ. ഫുള്ളായിട്ട് ചാർജ് തീരണമെങ്കിൽ ഏകദേശം ഒരു 10 മണിക്കൂറെങ്കിലും എടുക്കും. ഇനി ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു ഇയർഫോൺസ് നല്ലതാണോ ഇല്ലെങ്കിൽ ലേറ്റൻസി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫൈനലി കൺക്ലൂഷനിലേക്ക് വരാം. അപ്പോൾ ഇത് ആർക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് ഹെവി ആയിട്ടുള്ള സോങ്ങുകൾ ഇഷ്ടമാണ്, നിങ്ങളൊരു കാഷ്വൽ ഗെയിമറാണ്, പിന്നെ നിങ്ങൾക്ക് മീറ്റിംഗ്സും കോൾസൊക്കെ കുറേയധികം അറ്റൻഡ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഓവറോൾ ഒരു 1000 റുപ്പീസിന് താഴെ വളരെ വേർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് മിവിയുടെ ഈ ഒരു കോളർ ഫ്ലാഷ്. എന്തായാലും ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സെല്ലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.